വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഇടതുപക്ഷത്തിന്റെ വാദം പൊളിയുന്നു. അന്വേഷണം ഇടത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എത്തിയതോടെ CPM പ്രതിരോധത്തിലായിരിക്കുകയാണ്. പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിൻ വഹാബാണെന്ന് തെളിഞ്ഞതും പാർട്ടിക്കാർക്ക് ക്ഷീണമായി. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, എന്തായാലും വലിയൊരു വലിയൊരു അബദ്ധമാണ് പറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ആരായിരുന്നു നേരത്തെ വാദി? അവർ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയിലെ കാണുന്നത്. അതുതന്നെയാണ് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുകയും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ തന്നെ ബാധിക്കുകയും വടകരയിലെ ആകെ മതസൗഹാർദ്ദത്തെ പ്രതികൂലമായി ബാധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നൊരു വിഷയമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട്. തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേദിവസമായിരുന്നു ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് പുറത്തു വരുന്നത്. ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ഷാഫി ദീനിയായ ചെറുപ്പക്കാരനാണ്, 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാണ്, മറ്റേതോ കാഫിറായ ഒരു സ്ത്രീ, ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള ഒരു സ്ക്രീൻഷോട്ട് മുസ്ലിം ലീഗ് നേതാവ് പോസ്റ്റ് ചെയ്തു എന്ന രീതിയിലായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. PK മുഹമ്മദ് കാസിം എന്ന MSFന്റെ ജില്ലാ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള PK മുഹമ്മദ് കാസിമിന്റെ പേരിലായിരുന്നു ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് പുറത്തു വന്നത്. എന്നാൽ ആ ഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗും UDF ഒന്നാകുകയും ഇതിനെതിരെ രംഗത്ത് വരികയും PK മുഹമ്മദ് കാസിം ഇത്തരത്തിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കുകയോ പോസ്റ്റ് ചിത്രീകരിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുകയും വടകര DYSPക്ക് ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഘട്ടത്തിലെ ചോദ്യം ചെയ്യലിനെ ഒന്നും പോലീസ് മുഖവിലക്കെടുത്തില്ല. ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മുഹമ്മദ് കാസിം ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുകയായിരുന്നു. ആ ഹർജിയിന്മേൽ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഇത്തരത്തിലൊരു പോസ്റ്റ് നിർമ്മിച്ചത് അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ചത് ഇടത് സൈബർ ഹാൻഡിലുകളാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റെഡ് ബറ്റാലിയൻ എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ്, അമ്പാടിമുക്ക് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയ പേജുകളിലേക്കാണ്, ഇടതുപക്ഷം കൈകാര്യം ചെയ്യുന്ന പേജുകളിലേക്കാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം പുറത്തു വരുന്നത്. അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. ഈ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിനായിട്ടുള്ള മനീഷിനെ പോലീസ് ചോദ്യം ചെയ്യുകയും മനീഷിനോട് വിവരങ്ങൾ ചോദിക്കുകയും ചെയ്ത സമയത്ത് മനീഷിന് ഈ പോസ്റ്റ് കിട്ടിയത് റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് പേജിലാണ്. അതായത് മെയ് 25-ാം തീയതി 2:34 അമൽ റാം എന്ന് പറയുന്ന വ്യക്തി റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന CPMന്റെ ഇടത് സൈബർ ഹാൻഡിലിന്റെ വാട്സപ്പ് പേജിലാണ് ഈ പോസ്റ്റ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഷെയർ ചെയ്തത് എന്ന് മനസ്സിലായി. പിന്നീട് അമൽ റാമിനെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ നിന്നാണ് അമൽ റാമിന് ഈ പോസ്റ്റ് കിട്ടിയത് എന്ന വിവരം ലഭ്യമാകുന്നത്. അതിൽ പോസ്റ്റ് ചെയ്തത് റിബീഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അതായത് റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് റെഡ് ബറ്റാലിയൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് പോകുന്നത്. റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ ഈ പോസ്റ്റ് കിട്ടുന്നതും അവർ ഷെയർ ചെയ്യുന്നതും. അതുപോലെ തന്നെ പോരാളി ഷാജിക്കും ഇത്തരത്തിലൊരു പോസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഈ പോസ്റ്റ് ആദ്യമായി ഷെയർ ചെയ്ത റിബീഷ് രാമകൃഷ്ണന് ഈ പോസ്റ്റ് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതായത് പോലീസ് ഒരു മുടന്തൻ ന്യായം പറയുന്നു. ഞങ്ങൾ ഇടത് സൈബർ വിങ്ങിലേക്ക് അല്ലെങ്കിൽ ഇടത് സൈബർ ഇടങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. റിബീഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം DYFIയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റ് ആണ്. എന്നാൽ ഇദ്ദേഹത്തിന് ഈ പോസ്റ്റ് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് മനസ്സിലാക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ മെയ് 25-ാം തീയതിയായിരുന്നു ഇത്തരത്തിലൊരു പോസ്റ്റ് പുറത്തു വന്നത്. മെയ് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 4 മാസങ്ങളോളം പിന്നിടുമ്പോഴും ഈ കേസിനെ വേണ്ട രീതിയിൽ പരിഗണിക്കുകയോ ഗൗരവത്തോടു കൂടി എടുക്കുകയോ ചെയ്യാത്തൊരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് എന്ന ആദ്യഘട്ടത്തിൽ തന്നെ UDF ഇത്തരം പരാമർശം ഉണ്ടായിരുന്നു. BJPയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരുന്നു. ഇന്ന് അല്പസമയം മുമ്പ് PMA സലാം, മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMA സലാമും യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PK ഫിറോസൊക്കെ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഇവരൊക്കെ, ഈ പോലീസുകാരൊക്കെ സർക്കാരിന് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന ആളുകളാണ്, വേണ്ട രീതിയിൽ അന്വേഷണം നടത്താൻ തയ്യാറാവുന്നില്ല, ആരാണ് ഈ പോസ്റ്റ് ചെയ്തത് എന്ന് കണ്ടെത്തിയിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യാനോ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനോ പോലീസ് തയ്യാറാവുന്നില്ല എന്നൊരു വിമർശനം യൂത്ത് ലീഗിന്റെ, മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവർ നിയമ നടപടികളുമായി കുറ്റക്കാരെ ശിക്ഷിക്കുന്നതുവരെ നിയമ നടപടിയായി മുന്നോട്ടേക്ക്. അല്ല ഗോകുൽ, ഒരു കാര്യം മനസ്സിലാവാത്തത്, കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യമായി പോസ്റ്റ് ചെയ്ത ആൾ റിബേഷ് രാമകൃഷ്ണനാണെന്ന് ഗോകുൽ പറഞ്ഞു. റിബേഷ് രാമകൃഷ്ണൻ DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റാണ്. ആ റിബേഷിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. റിബേഷ് പറയണം എവിടെ നിന്ന് ഈ സ്ക്രീൻഷോട്ട് കിട്ടിയെന്ന്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ യഥാർത്ഥ പ്രതിയിലേക്ക് അന്വേഷണം ചെന്നെത്തുകയുള്ളൂ.
ഇവരെല്ലാം ഈ ഈ ഈ ക്രൈം ചെയ്തു എന്നുള്ളത്, ഈ ഒരു വലിയൊരു കുറ്റം ചെയ്തു എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. ഇവർക്കെതിരെ എല്ലാം പിന്നെ നടപടി ഉണ്ടാവണം. മാത്രമല്ല ഈ FIR-ൽ ഇവരുടെ പേരുകളെല്ലാം പരാമർശിക്കണം. അപ്പോൾ ഈ റിബേഷിനെ എന്തുകൊണ്ട് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യുന്നില്ല? ഇനി DYFI നേതാവായതുകൊണ്ടാണോ റിബേഷിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതും റിബേഷ് കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പോലീസ് ഒഴിഞ്ഞു മാറുന്നത്? അത് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ ആവും? ആരാണ് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൽ ഇടപെടുന്നത്? എന്തായാലും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, DYFIക്കാരാണ് ഇത്തരമൊരു സ്ക്രീൻഷോട്ടിന് പിറകിൽ എന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഏത് ഉന്നത കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഈ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്നത്? അതുകൊണ്ടാണല്ലോ റിബേഷിനപ്പുറത്തേക്ക് ഈ അന്വേഷണം പോവാത്തത്. ഈ റിബീഷിന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നൊരു ന്യായം പോലീസ് പറയുന്നുണ്ട്. പക്ഷേ DYFI നേതാവായതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തിൽ നിന്ന് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് പോലീസിന്റെ പരാജയമാണ് എന്ന് തന്നെയാണ് ഈ മറ്റ് പ്രതിപക്ഷ കക്ഷികളൊക്കെ പങ്കുവെക്കുന്നത്. കാരണം ഈ DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള റിബീഷ് രാമകൃഷ്ണനിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ പോരാളി ഷാജിയും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചിട്ടുണ്ട്. പോരാളി ഷാജിയും തനിക്ക് എവിടെ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് കിട്ടിയത് എന്ന് പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഈ രണ്ടു പേരാണ് ഈ പോരാളി ഷാജിയുടെ അഡ്മിനായിട്ടുള്ള വഹാബും DYFIയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള റിബീഷ് രാമകൃഷ്ണനും. ഇവർ രണ്ടുപേരിലുമാണ് ഇപ്പോൾ അന്വേഷണം എത്തി വഴിമുട്ടി നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അവരിലേക്ക് എത്തുന്നു, അവരിൽ നിന്ന് ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാത്ത ഒരു സാഹചര്യം വരുന്നു. പോലീസിനെ ഉൾപ്പെടെയുള്ള ആളുകളെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന പോലെ DYFIക്കാരും CPM-ഉം ആണ് എന്ന് പറയുന്ന മറ്റു വാദങ്ങൾക്ക്, പ്രതിപക്ഷ വാദങ്ങൾക്ക് ബലം നൽകുന്ന കാര്യമാണ് സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അല്ല എങ്കിൽ റിബീഷ് രാമകൃഷ്ണനോട് അമൽറാമിൽ നിന്ന് റിബീഷിലേക്ക് എത്തുന്നു. ആദ്യം മനീഷായിരുന്നു അമ്പാടിമുക്ക സഖാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. മനീഷിൽ നിന്ന് അമൽറാമിൽ എത്തുന്നു, അമൽറാമിൽ നിന്ന് റിബീഷിലെത്തുന്നു. എന്നാൽ റിബീഷിൽ അത് തങ്ങി നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ റിബീഷ് എന്ന് പറയുന്നത് DYFIയുടെ കുറച്ച് ഉയർന്ന നേതാവാണ്, അധ്യാപകനായിട്ടുള്ള വ്യക്തിയാണ്, ബ്ലോക്ക് പ്രസിഡന്റാണ്. ബ്ലോക്ക് പ്രസിഡന്റിൽ ഈ അന്വേഷണം എത്തി നിൽക്കുന്നു അല്ലെങ്കിൽ വഴിമുട്ടി നിൽക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ഇവരുടെ ഫോൺ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്, ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നൊരു മറുപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഈ പോലീസ് ആദ്യഘട്ടം മുതൽ ഈ CPM നേതാക്കളെയൊക്കെ ഭയന്നിട്ട് നിഷ്ക്രിയമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഈ വിഷയത്തിൽ എന്ന ആരോപണം, അത്തരത്തിലൊരു പരാതി നേരത്തെ തന്നെ ഈ പരാതിക്കാരനായിട്ടുള്ള മുഹമ്മദ് ഖാസിമിനുണ്ടായിരുന്നു. UDF-നും മുസ്ലിം ലീഗിനും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് ഈ വിഷയം ഉണ്ടായിരുന്നു. ഗോകുൽ, ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് ആയിരുന്നു. റെജി, ഇപ്പോൾ കള്ളി വിളിച്ചതായിരിക്കുകയാണ്. ഈ കാഫിർ സ്ക്രീൻ ഷോട്ട് ഉണ്ടാക്കിയത് DYFIക്കാരാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ DYFIയുടെ ഒരു പ്രാദേശിക നേതാവിൽ അന്വേഷണം അവസാനിപ്പിക്കുകയാണ്. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പോലീസ് പറയുന്നത്. കാരണം അയാൾ തുറന്നു പറയുന്നില്ല എവിടെ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം ആദ്യമായി ഷെയർ ചെയ്തത് DYFIയുടെ പ്രാദേശിക നേതാവാണ്. അദ്ദേഹം തുറന്നു പറയണം എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്. എന്താ DYFIക്കാർക്ക് എന്താ കൊമ്പുണ്ടോ? ഇങ്ങനെ അതായത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വർഗീയ വിവാദം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സംഘർഷം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ ഒരു ദുഷ്ചെയ്തിയിൽ ഏർപ്പെട്ടവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതല്ലേ? അതിന് ഈ കൊടിയുടെ കളർ നോക്കുന്നത് ശരിയാണോ റെജി ലൂക്കോസ്? അല്ല, നിങ്ങൾ ഇന്നു മുതലാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെയും സപ്പോർട്ടേഴ്സായി മാറിയത്. എനിക്ക് അത്ഭുതപ്പെടുന്നു. തന്നെയുമല്ല, ഇപ്പൊ പേര് പറഞ്ഞത് പിന്നെ DYFIക്കാരാണ് ഇത് നിർമ്മിച്ചെന്നുള്ളത് ആണല്ലോ പോലീസ് അന്വേഷണത്തിലാണ് തെളിഞ്ഞിരിക്കുന്നത് റെജി ലൂക്കോസ്. ഞാനല്ല അന്വേഷിച്ചത്. എന്ത് തെളിവാണ് നിങ്ങൾക്ക് പുറത്തുവിടാനുള്ളത്? ഇവിടെ KK ലതിക മുൻ MLA കുറിച്ച് നിങ്ങളെല്ലാം വാർത്ത ലഭിച്ചു, അവരാണ് ഇത് ഉണ്ടാക്കിയതും പറഞ്ഞു. അവസാനം വന്നപ്പോ എന്താണ്, അവര് ഇങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങൾ തെറ്റാന്നും പറഞ്ഞുകൊണ്ട് അത് ഷെയർ ചെയ്തതാണ്. അതെങ്ങനെയാ അവർ നിർമ്മിക്കുന്നതായിട്ട് വരുന്നത്? അവരെ എത്ര ദിവസം നിങ്ങൾ ഷെയർ ചെയ്തവർ എവിടെ നിന്ന് അത് കിട്ടി എന്ന് തുറന്ന് പറയേണ്ടിയിരിക്കുന്നു. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ DYFIയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ CPM-ൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ സത്യം പുറത്തു വരണമെന്ന ആഗ്രഹം അവർക്കുണ്ടെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കേണ്ടതല്ലേ? എന്താണ് ഈ DYFIയുടെ പ്രാദേശിക നേതാവ് തുറന്നു പറയാത്തത്? എവിടെ നിന്ന് കിട്ടിയെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഇല്ലേ? അല്ല, ഷെയർ ചെയ്യുന്ന ഒരു ഫേസ്ബുക്കിലോ വാട്സാപ്പ് ഗ്രൂപ്പിലോ വരുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ള സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് കുറ്റവാളിയാകുന്നത്? അതാണ് ഇവിടെ മനസ്സിലാകാത്ത കാര്യങ്ങള്. ഞാൻ ചോദിക്കുന്ന അതിലുള്ള അനിയന്ത്രപേരിൽ ഇപ്പൊ എത്ര തിരക്ക് കേരളത്തിലെ അശ്ലീലപരമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിൽ മുൻപന്തിയിലുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ബാധ്യതയുള്ള ശൈലജ ടീച്ചറെ? അല്ല പ്രിയപ്പെട്ട റെജി ലൂക്കോസ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ.
അതായത് പിണറായി വിജയനെതിരെ ഉള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഷെയർ ചെയ്തതിന് എത്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്? താങ്കൾ ഇതൊക്കെ മറന്നുപോയോ? താങ്കൾ മറക്കും, പക്ഷെ ഞാൻ ഇതൊക്കെ ഓർക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആൾക്കെതിരെ മാത്രം നടപടി എടുത്താൽ പോരെ? ഷെയർ ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തില്ലേ? അല്ല, ഞാൻ മറുപടി പറയട്ടെ. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ പ്രസിഡന്റിനുമെതിരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയാൽ അയക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടത് എന്ത് അധികാരമുള്ളവർക്ക്? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ, പിണറായി വിജയനെതിരെ നിങ്ങൾ പിന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ പച്ചക്കള്ളങ്ങളും നുണകളും വ്യക്തിഹത്യ നടത്തി കഴിഞ്ഞാൽ അത് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. അത് വിവരാവകാശത്തിന് എന്ത് തുറന്നു പറയാമെന്നുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്ന ഇത്തരം സ്വാതന്ത്ര്യങ്ങളല്ല. ഒരു തർക്കവുമില്ല. യു പി മുഖ്യമന്ത്രി പിന്നെ ബഹുമാനപ്പെട്ട യോഗി ആദിത്യനാഥിനെതിരെ ഒരു ചെറിയ പരാമർശം ഒരു സോഷ്യൽ മീഡിയ വന്നവർക്ക് 42 പേരെയല്ലേ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കേരളത്തിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള മാധ്യമപ്രവർത്തകനെ അവിടെ ഒരു പെൺകുട്ടിയെ സന്ദർശിക്കാൻ പോയതിന്റെ പേരിൽ 1.5 വർഷം ജയിലിൽ കിടന്നില്ലേ? അതുമെല്ലാം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? ഇവിടെ കെ ശൈലജ തീവ്രവാദികളെ വെള്ളപൂശല്ലേ റെജി ലൂക്കോസ്? തീവ്രവാദികളെ വെള്ളപൂശല്ല. തീവ്രവാദിയാണ്. തീവ്രവാദി മാധ്യമപ്രവർത്തകനല്ല. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീവ്രവാദിയൊക്കെ എങ്ങനെയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി പരമോന്നത കോടതി ജാമ്യം കൊടുത്തു? അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിച്ച് കെട്ടി കള്ളക്കഥകൾക്ക് ഒരു തെളിവില്ലെന്ന് പറഞ്ഞത് ജാമ്യത്തിലല്ലേ? സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞോ? റെജി ലൂക്കോസ് ഒന്ന് കാണിച്ചു തന്നെ. സുപ്രീം കോടതി പറഞ്ഞോ? സുപ്രീം കോടതി കാപ്പനെ സംരക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായോ? മാത്രമല്ല, എത്ര കാലത്തിന് ശേഷമാണ് അയാൾക്ക് സുപ്രീം കോടതി ജാമ്യം കൊടുത്തത്? മാത്രമല്ല, ആ കേസ് ഇപ്പോൾ വിചാരണയിലാണ്. അപ്പോൾ കാപ്പനെ വെള്ളപൂശല്ല, ദയവ് ചെയ്ത് പ്ലീസ്. അല്ലല്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എന്നെ ഓർക്കം ചെയ്യാനായിട്ട് ശ്രമിക്കണമല്ലോ. എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയൂ. സുപ്രീം കോടതി അദ്ദേഹത്തിന് കാപ്പനെ ആരാണ് ഫണ്ട് ചെയ്തത് എന്ന് അന്നത്തെ അന്വേഷണത്തിൽ തെളിഞ്ഞതാണ്. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഏത് കുറ്റവാളിയാണെങ്കിലും ജാമ്യം കൊടുക്കും. അതിൽ വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഏകദേശം 1.5 വർഷത്തോളം ജയിലിൽ കിടന്ന ശേഷമാണ് കാപ്പൻ പുറത്തിറങ്ങിയത്, സിദ്ദിഖ് കാപ്പൻ. അപ്പോൾ കാപ്പനെ വെള്ളപൂശണ്ട. നമുക്ക് തിരിച്ചു വരാം. ഡിവൈഎഫ്ഐക്കാർക്ക് പ്രത്യേക നിയമമുണ്ടോ നമ്മുടെ കേരളത്തിൽ? ഉത്തരം മുട്ടുമ്പോൾ മറ്റ് ചോദ്യങ്ങളിലേക്ക് അല്ലല്ല, നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. കാഫിർ എന്ന സ്ക്രീൻഷോട്ട് അത് വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടും എന്ന് വിചാരിച്ച് ഉപയോഗിച്ചാണ്. പക്ഷേ വലിയ അപകടം പറ്റിയിരിക്കുന്നു. ആരാണ് സ്ക്രീൻഷോട്ടിന് പിറകിൽ എന്ന് ഇപ്പൊ പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നു. പക്ഷേ പോലീസിന് ഇവരൊക്കെ ഡിവൈഎഫ്ഐക്കാരായതുകൊണ്ട് അല്ലെങ്കിൽ CPM-കാരായതുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ആ നിസ്സഹായാവസ്ഥ പോലീസ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യങ്ങളാണ് ഞാനും പറയുന്നത്, അല്ലാതെ എൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളല്ല. അതുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, ഇനി റെജി നിഷേധിച്ചാലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ ഡിവൈഎഫ്ഐക്കാരാണ്, CPM-കാരാണ്, ഇടതുപക്ഷം ആയിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ സത്യം പുറത്തു വരണം എന്ന ആഗ്രഹം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ടെങ്കിൽ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കേണ്ടതല്ലേ റെജി ലൂക്കോസ്? സത്യം പുറത്തു വരാനായിട്ട് അനിൽ നമ്പ്യാരെ നിങ്ങളെപ്പോലുള്ളവർക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും പാതി വഴിയിൽ വെച്ച് അത് വെള്ളം ഒഴുക്കി വിടുന്ന പോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെ തലയിൽ കെട്ടിവെച്ച് നിങ്ങൾ സംതൃപ്തി അടയണം. അതാണല്ലോ ഇപ്പോൾ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഒരു മറുപടിയും പറഞ്ഞില്ല. യുക്തമായ ഒരു ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന വടകരയിലെ സംഭവം, ശൈലജ ടീച്ചറെ യൂത്ത് കോൺഗ്രസിന്റെ ഹാൻഡിലുകളിൽ കോവിഡ് കള്ളി എന്നും പറഞ്ഞു വന്നില്ലേ? കോവിഡ് കള്ളി പരിണത ശൈലജ ടീച്ചർ അങ്ങനെ വിളിക്കുന്നതിൽ അനിൽ നമ്പ്യാരുടെ താല്പര്യക്കുറവുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടില്ല. കാരണം താങ്കൾ അങ്ങനെ വിളിക്കുന്ന ഒരാളല്ല. താങ്കളുടെ നാട്ടുകാരത്തെയാണ്. നിങ്ങൾ തമ്മിൽ ഏതാണ്ട് 10-35 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ, മട്ടന്നൂരും കൂത്തുപറമ്പും തലശ്ശേരിയൊക്കെ ആയിട്ട്. ശൈലജ ടീച്ചർ രാഷ്ട്രീയം മറന്നാൽ ശൈലജ ടീച്ചറെ എങ്ങനെയാണ് ഈ രീതിയിൽ അഭിസംബോധന ചെയ്യാൻ പറ്റുന്നത്? ലോകം ആദരിക്കുന്ന, ഈ രാജ്യം ആദരിക്കുന്ന, കേരള ആരാധനയുടെ കാണുന്ന ആ മഹത്തായ വ്യക്തിത്വത്തിന് ഇങ്ങനെ പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലേ? അപ്പൊ അവിടെ ആരാണ് ഇത്തരം വൃത്തികേടുകൾ അരങ്ങേറി കേരളത്തിൽ ഇന്നലെ കേൾക്കാത്ത രീതിയിലുള്ള വർഗീയ ധ്രുവീകരണങ്ങൾ മോശമായ റെജി ഇതുപോലെ വൃത്തികേടുകൾ കാണിച്ച ഡിവൈഎഫ്ഐക്കാരെ CPM-കാരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കണം. അവിടെയാണ് ഡിവൈഎഫ്ഐക്ക് ഇതുമായിട്ട് ബന്ധമില്ലെങ്കിൽ, CPM-ന് ബന്ധമില്ലെങ്കിൽ ആ നടപടി സ്വീകരിക്കാനുള്ള ആർജവമല്ലേ കാണിക്കേണ്ടത്? അതുണ്ടാവുന്നില്ല. പകരം ഇതാ പോലീസുകാരെ ഭീഷണിപ്പെടുത്തുക. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, എന്താണ് സോഴ്സ് എന്ന് പറയാൻ പറ്റില്ല, എവിടെ നിന്ന് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. എന്ത് ഡിവൈഎഫ്ഐക്കാർക്ക് കൊമ്പുണ്ടോ റെജി? നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് അകത്ത് നിൽക്കുന്നവരല്ലേ അവർ? പ്രിയപ്പെട്ട അനിൽ നമ്പ്യാരെ, എന്റെ ചോദ്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങളത് മറച്ചുകൊണ്ട് വീണ്ടും ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നു? ഡിവൈഎഫ്ഐക്കാരനാണ് ഇനി തെറ്റിയതെങ്കിൽ അറസ്റ്റ് ചെയ്യണ്ടേ? ഇവിടെ നിയമവ്യവസ്ഥയില്ല. നിങ്ങൾക്ക് അല്ല
വഴിയെ പോകുന്നവരെ എടുത്തിട്ട് ഇടിക്കുന്ന കേരള പോലീസ് ഡിവൈഎഫ്ഐക്കാരൻ്റെ മുന്നിൽ എന്താ മുട്ട് വിറക്കുന്നത് എന്തുകൊണ്ടാ? അരുൺ നമ്പ്യാരെ വഴിയിൽ പിടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട് കേരള പോലീസ്. വഴിയിൽ നടക്കുന്നവർ യു പി പോലീസ് അല്ലേ എത്ര ഉദാഹരണങ്ങൾ, യു പിയിലെ പോലീസ് അല്ലേ കേരളത്തിൽ? എത്ര ഉദാഹരണങ്ങൾ. ആള് മാറി ഇടിച്ച ശേഷം പാതി വഴിയിൽ ഉപേക്ഷിച്ചത് കഴിഞ്ഞ ദിവസമല്ലേ? ഒരു പാവപ്പെട്ടവനെ ഒരു കേസിൽ അയാൾക്ക് ആ കേസുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടും ജീപ്പിൽ കൊണ്ടുപോയി ഇടിച്ച് ഒരു പരുവത്തിലാക്കി പാതി വഴിയിൽ ഉപേക്ഷിച്ച് കടന്ന് കളഞ്ഞു. അപ്പോൾ ആ എസ് ഐക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. അതാണ് കേരളത്തിൽ നടക്കുന്നത്. അങ്ങനെ ഈ ആണത്തം കാണിക്കുന്ന പോലീസുകാർ എന്തുകൊണ്ട് ഡിവൈഎഫ്ഐക്കാരൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് വിറക്കുന്നു? അതാണ് എനിക്കറിയേണ്ടത്. ഡിവൈഎഫ്ഐക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടി കൊടുക്കേണ്ട സ്ഥലത്ത് ഇടി കൊടുത്ത് പറയിപ്പിക്കണം. അല്ല, എനിക്ക് മനസ്സിലാത്ത കാര്യം, ഇന്നലെ ആ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. പിന്നെ ഇവിടെ നമ്മുടെ കാട്ടാക്കട എസ് ഐ രണ്ടു നിരപരാധിയെ പിടിച്ച് അല്ലത് കേൾക്കൂ, ഞാനൊന്ന് പൂർത്തി എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക്. അയാളെ കസ്റ്റഡിയിലെടുക്കുക മാത്രമല്ല, അയാളെ പിരിച്ചുവിടണമെന്നും ജയിലിലടയ്ക്കണമെന്നും അയാളോട് നഷ്ടപരിഹാരം മേടിച്ച ആ പാവപ്പെട്ട സുരേഷ് കൊടുക്കണമെന്നും ഞാൻ ചർച്ചയിൽ പറഞ്ഞാളാണ് ഞാൻ. അയാളെ ഉടനടി ഈ വാർത്തകൾ വരുന്നതിന് മുമ്പ് തന്നെ അയക്കെതിരെ നടപടി സ്വീകരിച്ചു. അയാൾ ഇനി ജോലി തിരിച്ചു വരിക എന്നുള്ള യാതൊരു സംശയവുമില്ല. 22 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, 2 ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവരെ കേരളത്തിൽ അസന്മാർഗീയ പ്രവർത്തനം, ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തിയതിന്റെ പേരിൽ പിരിച്ചുവിട്ട് സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അനിൽ നമ്പ്യാർ നിശ്ചയിക്കാൻ പറ്റുമോ? 103 പേർ ആ ലിസ്റ്റിൽ ഇപ്പൊ ക്യൂ നിൽക്കുകയാണ് പിരിച്ചുവിടാൻ വേണ്ടി. കേരള ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത കാര്യങ്ങൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം പിരിച്ചുവിട്ട ചരിത്രം ഇതിന് മുമ്പുണ്ടായിട്ടുള്ളൂ. അപ്പൊ അവിടെ അത്തരം കാര്യങ്ങൾ പറഞ്ഞൊന്നും ബാധിക്കാൻ നിൽക്കേണ്ടത്. ഡിവൈഎസ്പിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ്, അല്ലെങ്കിൽ അവർ നിർമ്മിച്ചിട്ടാണ് ഇത്തരം കാഫിർ പ്രയോഗത്തിലൂടെയുള്ള ഒരു സ്ക്രീൻഷോട്ട് പ്രസിദ്ധീകരിച്ചു എങ്കിൽ, തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം. പക്ഷെ നിങ്ങൾ തെളിവില്ലാതെ എങ്ങനെയാണ് ആരോപിക്കുന്നത്? എത്രയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെ എത്രയോ കാലങ്ങളായിട്ട് നിങ്ങളെല്ലാം ഇത്ര ആരോപണം കൊണ്ടുവരുന്നു. എവിടെയെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വർഗീയപരമായിട്ടുള്ള ധ്രുവീകരണം നടത്തി കുറച്ച് വോട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? താൽക്കാലികമായൊരു പ്രതിഭാസം മാത്രമേ. റെജി ലൂക്കോസിനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പാർട്ടിയിൽ വിശ്വാസമാവാം, പക്ഷേ ഇങ്ങനെ അന്ധമായ വിശ്വാസമാവരുത് പ്ലീസ്. പാർട്ടിക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തെറ്റ് ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കണം. എങ്കിൽ മാത്രമേ പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ. ഈ അപജയത്തിൽ നിന്നൊക്കെ കരകയറാൻ പാർട്ടിക്ക് അകത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന താങ്കളെ പോലുള്ളവർ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ അപജയത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാനാവൂ. എന്തായാലും റെജി ലൂക്കോസ്, വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഞാൻ വീണ്ടും ഗോകുലിലേക്ക് പോവുകയാണ്. ഗോകുല്, ഇപ്പോൾ ഈ അന്വേഷണത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്ത് വന്നില്ലേ? അതായത് ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ഡിവൈഎഫ്ഐക്കാരാണ് എന്ന് പറയാലോ അല്ലേ? പോലീസ് രഹസ്യമായിട്ടെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? അതോ ഡിവൈഎഫ്ഐക്കാരെ ഭയന്ന് അന്വേഷണം അവസാനിപ്പിച്ച് പോവുകയാണോ? ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കേസ് അന്വേഷിക്കാൻ പോലീസിനൊരു താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം ഈ പരാതിക്കാരനായിട്ടുള്ള മുഹമ്മദ് ഖാസിം പോലീസിൽ പരാതി നൽകുന്നു, പരാതി എടുക്കുന്നില്ല. വീണ്ടും അദ്ദേഹത്തിന് ഡിവൈഎസ്പി ഓഫീസ് പോകേണ്ടി വരുന്നു, അവിടെയും പരാതി എടുക്കുന്നില്ല. പിന്നീട് FIR രജിസ്റ്റർ ചെയ്യാത്തൊരു സാഹചര്യം. അതിനെ തുടർന്നാണ് ഈ മുഹമ്മദ് ഖാസിം ഹൈക്കോടതിയിൽ സമീപിക്കുന്നത്. ഹൈക്കോടതിയിൽ മുഹമ്മദ് ഖാസിം നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണവുമായി കൂടുതൽ മുന്നോട്ടേക്ക് പോകാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ശക്തമായ ഒരു സമീപനം ഈ വിഷയത്തിൽ സ്വീകരിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വടകര എന്ന് പറയുന്ന പ്രദേശത്തെ പറ്റി അല്ലെങ്കിൽ അവിടെ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ ഏത് രീതിയിലുള്ളതാണ് എന്ന് മുമ്പേ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. 2012 TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്ന സമയത്ത് മാഷ അള്ള എന്നൊരു സ്റ്റിക്കർ വണ്ടിയുടെ പുറകിൽ ഒട്ടിച്ചിട്ട് ഒരു വർഗീയ സംഘർഷത്തിനുള്ള ശ്രമം CPMന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് 2013-14 കാലഘട്ടങ്ങളിലൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ BJP നേതാവായിരുന്നു അന്ന്. അദ്ദേഹത്തിന്റെ ബാനറുകളൊക്കെ കീറി മദ്രസകളിലൊക്കെ കൊണ്ടിടുകയും അതിൽ അന്വേഷണം നടത്തി അത് പിന്നീട് CPMകാരാണ് എന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വടകരയും ഒഞ്ചിയും ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ വടകര കേന്ദ്രീകരിച്ച് പുറത്തു വരുന്ന സമയത്ത് പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അലർട്ട് ആവുകയും ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും വസ്തുതാപരമായി ഈ വിഷയത്തെ സമീപിക്കാനുള്ള ശ്രമം ഒക്കെ നടത്തുകയുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ പോലീസിന്റെ സമീപനം നേരത്തെ പറഞ്ഞതുപോലെ ഈ പരാതിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പോലും പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നൊരു മറുപടിയാണ് അവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നതും ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നതും. ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇടപെട്ട് പോലീസിനോട് റിപ്പോർട്ട് ചോദിക്കുന്നതും ആ പോലീസിന്റെ റിപ്പോർട്ടാണ് ഈ കഴിഞ്ഞ ദിവസമായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അത് പ്രകാരമാണ് ഈ പറയുന്ന ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള ഗോകുൽ, എനിക്ക് അറിയേണ്ട മറ്റൊരു കാര്യം, ഈ നമ്മുടെ പോരാളി ഷാജി അതിൻ്റെ ആ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കാറില്ല സാധാരണയായിട്ട്. പക്ഷേ ഇപ്പോൾ അഡ്മിനെ കണ്ടെത്തിയിരിക്കുന്നു. ആ അഡ്മിൻ വഹാബാണെന്ന് പറഞ്ഞത്. ആരാണ് ഈ വഹാബ്?
വഹാബുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ വേണ്ടി പോലീസ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇത് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ മാത്രമാണ് നമുക്ക്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനോട് സംസാരിക്കുന്ന സമയത്തായാലും അവർ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവുന്നില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, പുരോഗതിയിലാണ്, ഇന്ന ആളുകളെ ചോദ്യം ചെയ്യുന്നു, ഇന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്, അത് പറയുന്നല്ലാതെ അതിനപ്പുറത്തേക്ക് സംസാരിക്കാനൊന്നും ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കാര്യം. നേരത്തെ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MV ജയരാജനൊക്കെ ഈ പോരാളി ഷാജിക്കെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ CPM-നെതിരെ പോരാളി ഷാജി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പിടുകയും ഒക്കെ ചെയ്ത സമയത്ത് ഈ CPM നേതാക്കളൊക്കെ പോരാളി ഷാജിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഇത് വഹാബാണ് ഇതിന് പോരാളി ഷാജിയുടെ അഡ്മിൻ എന്ന് മനസ്സിലാവുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ റിബീഷ് രാമകൃഷ്ണനാണ് ഈ പോസ്റ്റ് റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് എന്നതിന്റെ പശ്ചാത്തലത്തിൽ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ CPM നേതാക്കളുമായി വിവരങ്ങൾ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ബന്ധപ്പെട്ട സമയത്ത് ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊരു മറുപടിയാണ് CPM-ന്റെ ജില്ലാ ഘടകത്തിന്റെ ഭാഗത്തു നിന്ന് ഈ സമയം വരെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആദ്യഘട്ടങ്ങളിലൊക്കെ, അതായത് ഈ കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തു വന്നപ്പോൾ ഇത് എവിടെ നിന്നാണ് എന്ന ഒരു സംശയം നിലനിൽക്കുന്ന സമയത്ത് CPM-ന്റെ നേതാക്കളൊക്കെ വാർത്താ സമ്മേളനം വിളിക്കുക, KK ശൈലജ ഉൾപ്പെടെയുള്ള വടകരയിലെ LDF സ്ഥാനാർത്ഥി വാർത്താ സമ്മേളനം വിളിക്കുകയും ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തുന്നത് സമൂഹത്തിന് ദോഷകരമാണ് എന്ന രീതിയിൽ ഇരവാദം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഉറവിടം സ്വാഭാവികമായിട്ട് CPM-ലേക്ക് നീണ്ടുപോവുകയും അത് ഉന്നതരായിട്ടുള്ള ആളുകൾ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണത്തിന് ആരും തയ്യാറായിരുന്നില്ല. കുറച്ചു മുമ്പ് നമ്മൾ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഈ വിഷയത്തിൽ പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു. എന്നാൽ അവർ സംസാരിക്കാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യമാണ്. ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ UDF ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ വാദത്തിന് ബലം നൽകുന്നതാണ്. അതായത് ഇത് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പ്രചാരണം കൂടുതലായി നടന്നിരിക്കുന്നത് CPM കേന്ദ്രങ്ങളിൽ നിന്നാണ്, DYFI കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്ന് പറയുന്ന പ്രതിപക്ഷ വാദത്തിന് ബലം നൽകുന്ന ഒരു സമീപനമാണ് CPM-ന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ കാഫിർ സ്ക്രീൻഷോട്ടിനെതിരെ ഇവർ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ചർച്ചയാക്കാൻ താല്പര്യമില്ല എന്നൊരു സമീപനമാണ് സ്വാഭാവികമായിട്ട് ഇവർ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ DYFI ബ്ലോക്ക് പ്രസിഡന്റിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവരുടെയൊക്കെ DYFI ബ്ലോക്ക് പ്രസിഡന്റ് റിബീഷ് രാമകൃഷ്ണന്റെയും പോരാളി ഷാജിയുടെ അഡ്മിനായിട്ടുള്ള വഹാബിന്റെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ പരിശോധനയുടെ കഴിഞ്ഞാൽ മാത്രമേ ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു സമീപനം ഉണ്ടാവൂ, അല്ലെങ്കിൽ തുടർ നടപടി ഉണ്ടാവൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ചോദ്യം ചെയ്യലിൽ നിന്ന് ഇവരിൽ നിന്ന് മറ്റു കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോലീസിന് സാധിക്കുന്നില്ല. അത് CPM നേതാക്കളുടെ ഇടപെടലിന്റെ ഭാഗമാണോ എന്ന് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് സംശയിക്കുന്നുണ്ട്, മുസ്ലിം യൂത്ത് ലീഗ് സംശയിക്കുന്നുണ്ട്, കോൺഗ്രസ് സംശയിക്കുന്നുണ്ട്. ഈ മൂന്ന് രാഷ്ട്രീയ കക്ഷികൾ രാവിലെ തൊട്ട് ഈ സമയം വരെ വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവർ പറയുന്നത് പോലീസ് CPM-നെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്, CPM പറയുന്നതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല, സർക്കാരും CPM-ഉം മത ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്, അത് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യുമെന്നൊരു കാര്യമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഫോറൻസിക് പരിശോധന ഫലം വരാതെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാവുന്നില്ല. അതേസമയത്ത് തന്നെ എന്തുകൊണ്ട് DYFI-യുടെ മുതിർന്ന നേതാക്കളിലേക്കൊക്കെ എത്തുമ്പോൾ പോലീസ് നിഷ്ക്രിയരാകുന്നു എന്നൊരു ചോദ്യം ഉയർന്നു നിൽക്കുന്നു. എന്തുകൊണ്ട് അവരിലേക്ക് ചോദ്യം വിരൽ ചൂണ്ടുന്ന സമയത്ത് CPM നേതാക്കൾക്ക് പ്രതികരണം മുട്ടുന്നു, അല്ലെങ്കിൽ അവർക്ക് പ്രതികരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതും പ്രസക്തമായ ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്.